പാലക്കാട് സംഭവത്തിലൂടെ കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ ബാലാവകാശ ധ്വംസകനായോ? മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനുള്ള മന്ത്രി ബിന്ദു കൃഷ്ണയും അവരെ തുടർന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഒക്കെ കൈക്കൊണ്ട തിരക്കിട്ട നടപടികൾ കണ്ടാൽ ബാലാവകാശ നിയമങ്ങളുടെ പേരിൽ കേരളം എങ്ങോട്ടെന്ന് ഭയന്നു പോകും. വിവാദമായ സംഭവം ഇതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ 19, 20, 21 വാർഡുകളിൽ നിന്ന് +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിന് ജൂലൈ 12 ഞായറാഴ്ച നടന്ന വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ ഹിന്ദിയിൽ A+ വാങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാളെ വേദിയിലേക്ക് വിളിച്ചു. സ്വന്തം അച്ഛന്റെ പേരും വിലാസവും ബോർഡിൽ എഴുതാൻ പറഞ്ഞു. എഴുതിയപ്പോൾ അക്ഷരത്തെറ്റ് വരുത്തിയതിന് ചിരിച്ചുകൊണ്ട് ചെവിക്ക് പിടിച്ചു. ഇതാണ് മഹാപാതകമായത്. കോഴിക്കോട് സമസ്തയുടെ ഒരു വിദ്യാലയത്തിൽ ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടി വേദിയിലെത്തി അവാർഡ് വാങ്ങിയതിനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ നേതാക്കന്മാരെക്കുറിച്ച് ഒരക്ഷരം പറയാത്ത മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷന് ജലീലിന്റെ പ്രവൃത്തി വല്ലാത്ത ബാലാവകാശ ലംഘനമായി തോന്നി. അവർ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു. ജലീൽ ഇക്കാര്യത്തിൽ പക്ഷേ മാന്യമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ വേദിയിലേക്ക് വിളിച്ച കുട്ടിക്കും മാതാപിതാക്കൾക്കും ഞാൻ ചെയ്തത് വേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം. അദ്ദേഹം സമ്മതിച്ചു. പിന്നീട് അവിടെയുണ്ടായ സംഭവങ്ങളും ഇത്തരം സമ്മേളനങ്ങളിൽ താൻ കൈക്കൊള്ളാറുള്ള രീതികളും അദ്ദേഹം വിവരിച്ചു. ഇത്തരം സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു മടങ്ങുക എന്നതിനേക്കാൾ വിദ്യാർത്ഥികളുമായി സംവദിച്ച് ആശയങ്ങൾ കൈമാറുകയാണ് താൻ ചെയ്യാറുള്ളത്. പാലക്കാടും അങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറി. കുട്ടികളുമായി സംവദിക്കാൻ ശ്രമിച്ചു. നോവൽ വായിച്ചിട്ടുള്ളവരോട് കൈ ഉയർത്താൻ പറഞ്ഞു. കുറെ പേർ കൈ ഉയർത്തി. പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ എന്ന കഥാപാത്രം ആരെന്ന് ചോദിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സഹോദരിയെന്ന് ഒരു കുട്ടി പറഞ്ഞു. ഹിന്ദിയിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിച്ച് മാതാപിതാക്കളുടെ പേരും വിലാസവും ഹിന്ദിയിൽ എഴുതാൻ പറഞ്ഞു. തെറ്റിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ചെവിക്ക് പിടിച്ചു. ഇത് വലിയ പാതകമാണോ? TM ജേക്കബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് കോട്ടയം ജില്ലയിലെ വയലാർ സ്കൂളിൽ ഒരു സംഭവമുണ്ടായി. സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം തോറ്റു. പിറ്റേ ജൂണിൽ അധ്യയന വത്സരം ആരംഭിച്ച ജൂൺ 1 നാട്ടിലെ കുറെ ബിരുദന്മാർ ഒരു തമാശ ഒപ്പിച്ചു. അന്ന് സ്കൂളിലേക്ക് വന്ന അധ്യാപകരെ എല്ലാം സ്കൂൾ കവാടത്തിൽ കൂടി നിന്ന് കൂക്കി വിളിച്ചു. ചിലരെ ചൊറിയണം കൊണ്ടുള്ള മാല ധരിപ്പിച്ചു. വിചിത്രമായ പ്രതികരണം. അധ്യാപകരും വിട്ടില്ല. പിറ്റേന്ന് ആ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സംയുക്ത യോഗം വിളിച്ചു. എല്ലാവരും വന്നു. അധ്യാപകർ ഒരു പരീക്ഷ നടത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് മലയാളത്തിലെ 56 അക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു. ഒറ്റ കുട്ടി പോലും ശരിയുത്തരം എഴുതിയില്ല. വിദ്യാഭ്യാസ മന്ത്രി കാര്യം വളരെ ഗൗരവമായി എടുത്തു. അദ്ദേഹം കോട്ടയത്തെ DDയോട് റിപ്പോർട്ട് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി. ഒരു സർക്കാർ സ്കൂളിലെ പരിമിതികൾ അവർ റിപ്പോർട്ട് ചെയ്തു. സ്കൂളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജേക്കബ് എന്തൊക്കെയോ ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴുകയാണ്. കുട്ടികളുടെ മാനസിക സന്തോഷത്തിനു വേണ്ടി അർഹതയില്ലാത്ത വിജയങ്ങൾ കൊടുത്താൽ അത് നേടി ജീവിതത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ ദയനീയമായി പരാജയപ്പെടില്ലേ? സ്കൂളുകളിലെ പരീക്ഷകളിൽ ഓൾ പ്രൊമോഷൻ എന്ന നയം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. 5 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ പോലും ഓൾ പ്രൊമോഷൻ കൊടുക്കുന്ന രീതി മാറ്റി മിനിമം മാർക്ക് വേണമെന്ന് നിബന്ധനയായി. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് കേരളത്തിലും ഓൾ പ്രൊമോഷൻ രീതി മാറ്റി തുടങ്ങിയിരുന്നു. 8, 9 ക്ലാസുകളിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കി. അതാണ് വിവേകമുള്ള തീരുമാനം. ഓരോ ക്ലാസ്സിലും എത്തുമ്പോൾ ഓരോ നിലവാരം കൈവരിക്കട്ടെ. അത് കൈവരിക്കാത്തവരെ ജയിപ്പിച്ചല്ല വലിയവരാക്കുന്നത്, സത്യം ബോധ്യപ്പെടുത്തിയാണ്. അതാണ് കെ.ടി. ജലീൽ ചെയ്തത്. അതുമൂലം തളരുന്ന തൊട്ടാവാടികളായി നമ്മുടെ കുട്ടികൾ വളരരുത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ MS കുമാർ 1980കളിൽ നടത്തിയ ഒരു നിരീക്ഷണമാണ് ശരി. കേരളത്തിലെ കുട്ടികളെ ബ്രോയിലർ ചിക്കനുകൾ ആക്കുകയാണ്. കണ്ടാൽ നല്ല കൊഴുത്തിരിക്കും, പക്ഷെ ചെറിയ വെയിലേറ്റാൽ തളരും. അത്തരം നിലപാടുകൾ അപകടമാണ് ഉണ്ടാക്കുന്നത്. അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടാകണം. വിദ്യാർത്ഥികളെ ഹീനമായി അപമാനിക്കുന്നതല്ല ഈ അവകാശം. ക്രിസ്ത്യാനുകരണത്തിൽ തോമസ് അക്കംപീസ് പറയുന്നു, വടി സൂക്ഷിച്ചു വയ്ക്കുന്നവൻ കുട്ടിയെ നശിപ്പിക്കുന്നു. അധ്യാപകരിലെ ചില കാട്ടാളന്മാരെ ഭയന്ന് കുട്ടികളെ ന്യായമായി ശിക്ഷിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് നാളത്തെ തലമുറയോടുള്ള പാതകമാണ്. അക്ഷരം തെറ്റിച്ചാൽ തിരുത്തിക്കൊടുക്കുന്നതും സ്ഫുടമായി ഉച്ചരിക്കാൻ പറയുന്നതും വാത്സല്യത്തോടെ ചെവിക്ക് പിടിക്കുന്നതും ബാലാവകാശ ലംഘനമെന്ന് പറയുന്നവർ കുട്ടികളുടെ ശത്രുക്കളാണ്.
ഏതായാലും ജലീലിനു വേണ്ടിയും അദ്ദേഹത്തെ ന്യായീകരിച്ചും ധാരാളം പേർ സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നത് നല്ല സൂചനയാണ്. എല്ലാ കാര്യത്തിലും പറയുന്നവന്റെയും ചെയ്തവന്റെയും രാഷ്ട്രീയം മാത്രം നോക്കിയുള്ള പ്രതികരണം ആപത്താണ്. എല്ലാവരും SFIക്കാരെ പോലെ ആവരുത്. ഭാരതത്തിലെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ വിവാഹം കഴിക്കുവാൻ യുവാക്കൾക്ക് ഭീതി ഉണ്ടാക്കുന്നത് പോലെ ബാലാവകാശ നിയമങ്ങളും പരിണമിക്കരുത്. കേരളത്തിലെ ഫയർഫോഴ്സ് മേധാവിയായിരിക്കുന്ന നിതിൻ അഗർവാൾ റിട്ടയർ ചെയ്യുന്ന ഒഴിവിൽ MR അജിത് കുമാർ DGP ആയി ഉയർത്തപ്പെടുമോ? ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം അട്ടിമറിച്ചതിൽ വലിയ പങ്കുള്ള അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ കാര്യത്തിൽ കോൺഗ്രസിലെ അടികൊണ്ടവർ മാത്രമല്ല, കേരളം മുഴുവൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അഥവാ ഇക്കുറി കൊടുക്കാതിരുന്നാലും 2028 വരെയുള്ള സർവീസുള്ള അജിത്തിന് DGP പദവി കിട്ടാതിരിക്കണമെങ്കിൽ പിണറായി വിജയൻ പ്രശാന്തിനെ കൈകാര്യം ചെയ്തതുപോലെ സസ്പെൻഷന് പിന്നാലെ സസ്പെൻഷൻ നൽകിക്കൊണ്ടിരിക്കണം. പ്രശാന്തിനെ പിണറായി സർക്കാർ 9 തവണയാണ് സസ്പെൻഡ് ചെയ്തത്. പിണറായിയുടെയും BJPയുടെയും അടുത്ത ആളായ അജിത് കുമാറിനെ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ ഉണ്ടാകുമോ? ഇല്ലെന്ന പൊതുധാരണ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച റിപ്പോർട്ട് പോലീസ് മേധാവി അടവെച്ചതും 23 ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ വിശദീകരണം ചോദിച്ചു മടക്കിയതും എല്ലാം കളിയായി പൊതുസമൂഹം കാണുന്നു. കാക്കിയിട്ട ക്രിമിനലാണ് അജിത് കുമാർ എന്നും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നും അന്ന് രക്ഷാപ്രവർത്തകരുടെ അടികൊണ്ട ഇപ്പോഴത്തെ MLA AD തോമസ് പറയുന്നുണ്ട്. നടപടി എടുക്കുവാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിയമവ്യവസ്ഥിതിയുടെ ഭാഗമായുള്ള ക്രമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ കോടതി ഇടപെടും, തോമസ് വിശദീകരിക്കുന്നു. പിണറായിയാണ് ഈ സാവകാശം കാണിച്ചതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമായിരുന്നോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തോമസിന് ഉത്തരമില്ല. ഒരു സാധാരണ പോലീസുകാരനെതിരായിരുന്നു SITയുടെ ഇത്തരം കണ്ടെത്തലെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. KC വേണുഗോപാൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നതാണ് വിഷയം. അടികൊണ്ടവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും വേണുഗോപാലിന് കളിയും കളിക്ക് പിന്നിലെ കളിയും മനസ്സിലാകും. ഏതായാലും ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും DGPയും അടങ്ങുന്ന പ്രൊമോഷൻ കമ്മിറ്റി കൂടുമ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കുന്ന കാരണം പറഞ്ഞ് ഇപ്പോൾ തീരുമാനം മാറ്റാനാവും. അത് കാണുമ്പോൾ ജനം കൈയടിക്കും. 2024 P. വിജയന്റെ കാര്യത്തിൽ അങ്ങനെയാണ് അന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയായി അന്ന് യോഗത്തിൽ സംബന്ധിച്ച ആളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. പ്രൊമോഷൻ മാറ്റിവെച്ചാൽ അജിത് കുമാറിന് കോടതിയെ സമീപിക്കാനാവും. കോടതി പറഞ്ഞാൽ അക്കാരണം പറഞ്ഞ് സർക്കാരിന് പ്രൊമോഷൻ കൊടുക്കാനാവും. കോൺഗ്രസുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും സാധിക്കും. ഇനി അന്വേഷണം നടത്തി സസ്പെൻഷനിലേക്ക് പോയാൽ അജിത് കുമാറിന് പകരം ശ്രീജിത്ത് DGP ആവും. അതുണ്ടായാൽ അടുത്ത ഒഴിവ് വരുന്നതുവരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. പഴമക്കാർ പറയാറുണ്ട്, പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന്. അതായത് ചതിക്കുന്നവൻ ചതിക്കപ്പെടുമെന്ന്. ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഇന്നത്തെ ADGP P. വിജയനെതിരെ 2023 അജിത് കുമാർ കളിച്ച കളിയാണ് ഇപ്പോൾ പലരും ഓർമ്മിക്കുന്നത്. അന്ന് കള്ളക്കേസെടുത്ത് മുതിർന്ന സഹപ്രവർത്തകനെ സസ്പെൻഡ് ചെയ്യിച്ച് പ്രൊമോഷൻ തടയിച്ച ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. 1995 ബാച്ചുകാരനായ അജിത് കുമാറിനേക്കാൾ സീനിയോറിറ്റിയിൽ ഏറെ താഴെയാണ് 1999 ബാച്ചുകാരനായ വിജയനെങ്കിലും പിണറായി ഭരണകാലത്ത് വിജയനെ അജിത് കുമാർ സസ്പെൻഡ് ചെയ്യിച്ചു. അങ്ങനെ മികച്ച സേവനത്തിലൂടെ പോലീസിലാകെ തിളങ്ങി നിന്ന വിജയന്റെ കരിയറിൽ കറുത്ത പൊട്ടുണ്ടാക്കി. 1968 ജനിച്ചവരാണ് അജിത് കുമാറും വിജയനും. പക്ഷേ അജിത് കുമാർ 1995 ബാച്ചിൽപ്പെട്ട ഉദ്യോഗസ്ഥനും വിജയൻ 1999 ബാച്ചിലെ ഉദ്യോഗസ്ഥനുമാണ്. അജിത് കുമാറിനും വിജയനും 2028 വരെയാണ് സർവീസ് ഉള്ളത്. 2001 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ASP ആയി സർവീസ് ആരംഭിച്ച വിജയൻ കരിയറിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചു. 2013 വാഷിംഗ്ടൺ DC നടന്ന ഗ്ലോബൽ ടുബാക്കോ കൺട്രോൾ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. യുവാക്കളുടെ പരിശീലനത്തിനായുള്ള സ്റ്റുഡന്റ് കേഡറ്റ് പദ്ധതി, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഷാഡോ പോലീസ്, പിങ്ക് പോലീസ് പദ്ധതികൾ, ശബരിമലയിലെ വൃത്തിക്കായി പുണ്യം പൂങ്കാവനം പദ്ധതി, ഹോപ്പ് എന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി എല്ലാം വിജയനെ ഏറെ പോപ്പുലറാക്കി. പുണ്യം പൂങ്കാവനം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയ്ക്ക് കാരണമായി. അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പരിപാടിയുടെ 100ാം എപ്പിസോഡിൽ വിജയനും അതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്നു. പിണറായി സർക്കാർ അനുവദിക്കാതിരുന്നതുകൊണ്ട് പങ്കെടുത്തില്ല. തീവ്രവാദികൾക്കെതിരെ കേരളം രൂപീകരിച്ച ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് തലവനായിരുന്നു വിജയൻ. ഇക്കാലത്താണ് 2023 മെയ്യിൽ എലത്തൂരിൽ തീവണ്ടിക്ക് തീവച്ച കേസുണ്ടാകുന്നത്. കേസിലെ പ്രതിയായ ഷാരൂഖ് ഷൈഫിയെ കേന്ദ്ര പോലീസിന്റെ സഹായത്തോടെ വിജയൻ പിടിച്ചു.
അത് കേരള പോലീസിന്റെ ഖ്യാതി നഷ്ടപ്പെടുത്താനാണെന്നും പ്രതിയെക്കുറിച്ചുള്ള വിവരം പുറത്തു ചോർത്തിക്കൊടുത്തു എന്നും പറഞ്ഞ് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന അജിത് കുമാർ അന്ന് IG ആയിരുന്ന വിജയനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും ഷാരൂഖ് ഷൈഫിയെ കൊണ്ടുവരുന്ന വിവരം വിജയൻ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തെന്ന് ആരോപിച്ച് വിജയന്റെ പ്രൊമോഷൻ തടയാൻ അജിത് കുമാർ കരുക്കൾ നീക്കി. ഇടത് അനുഭാവിയായി കരുതപ്പെട്ടിരുന്ന വിജയനെ പിണറായിയും തള്ളി. സസ്പെൻഡ് ചെയ്യപ്പെട്ടു. വകുപ്പ് തല അന്വേഷണ സമയത്ത് വിജയന് സ്വർണ്ണ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് അജിത് കുമാർ DGPക്ക് മൊഴി നൽകി. 2024 ADGP ആയി പ്രൊമോഷൻ നൽകുന്നതിനുള്ള സമിതി സമ്മേളിച്ചപ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കുന്ന കാരണം പറഞ്ഞ് ഫയലുകൾ പ്രൊമോഷൻ കമ്മിറ്റിക്ക് കൊടുത്തില്ല. പ്രൊമോഷൻ തടഞ്ഞു. അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും നിയമനം കൊടുക്കാൻ വൈകി. അവസാനം നിയമനം കിട്ടി. അജിത് കുമാറിനെതിരെ വിജയൻ DGPക്ക് രേഖാമൂലം പരാതി കൊടുത്തു. തനിക്കെതിരെ അജിത് കുമാർ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നതായിരുന്നു പരാതി. സ്വർണം കള്ളക്കടത്തുകാരുമായി വിജയന് ബന്ധമുണ്ട് എന്നാണ് അജിത് പറഞ്ഞത്. അന്വേഷണം വന്നപ്പോൾ മലപ്പുറം SP സുജിത് ദാസ് അങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് അജിത് കുമാർ വിശദീകരിച്ചു. സുജിത് കുമാർ നിഷേധിച്ചു. ഏതായാലും സത്യം ജയിച്ചു. വിജയൻ ഇന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ഭരിക്കുന്നു. ഇപ്പോൾ അജിത് കുമാറിന്റെ പ്രൊമോഷൻ നൂലിൽ ആടുന്നു. ദൈവം ഇടപെടുന്നതായി ദൈവവിശ്വാസികളും കാലത്തിന്റെ കാവ്യനീതിയായി മറ്റുള്ളവരും പറയുന്നു. പിണറായും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് അജിത് കുമാർ സംരക്ഷിക്കപ്പെടുന്നതെന്ന് ചിലരും, BJPക്ക് വേണ്ടി പൂരം കലക്കിയ, BJPക്ക് തൃശൂരിൽ ജയിക്കാൻ കളമൊരുക്കിയ BJP നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അജിത്തിനെ തൊടാനുള്ള ഭയമാണ് തടസ്സമെന്ന് വേറെ ചിലരും പറയുന്നു. 2028 വരെ സർവീസുള്ള അജിത് കുമാർ BJP സ്വാധീനം ഉപയോഗിച്ച് വല്ലവിധത്തിലും കേന്ദ്ര സർവീസിലെത്തിയാൽ എന്ന ഭീതിയും കേരള സർക്കാരിന്റെ ധൈര്യം ചോർത്തുന്നുണ്ട് പോലും. അഥവാ DGP ആയി പ്രൊമോഷൻ ലഭിച്ചാലും രവട ചന്ദ്രശേഖരൻ പോകുമ്പോൾ കേരള പോലീസ് ചീഫാകാൻ അജിത് കുമാറിന് സാധ്യത ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെക്കാൾ സീനിയറായ മനോജ് അബ്രഹാം അടക്കം പലരും മുന്നിലുണ്ട്. ഏതായാലും കൂടെ ഉണ്ടായിരുന്ന വിജയനിട്ട് പണിതതിന്റെ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുന്നത് നല്ല അടയാളമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി CPM-ൽ ഏകഛത്രാധിപതിയെ പോലെ വാഴുന്ന പിണറായി വിജയന്റെ സിംഹാസനം ഇളകുന്നുവോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ ദയനീയ പരാജയ കാലം മുതൽ ഉയർന്നു തുടങ്ങിയ ഈ ചോദ്യം അനുനിമിഷം കൂടുതൽ ശക്തമാവുകയാണ്. നിയമസഭയിൽ വെച്ച് CPM ഉപനേതാവായ K. ബാലഗോപാൽ ഗൗരവപ്പെട്ട് വലുതും പറയാൻ പിണറായിയോട് പറയാൻ കാണിച്ച ധൈര്യം ഉപശാലകളിൽ എന്തോ പരുവപ്പെട്ടു വരുന്നു എന്ന ചിന്ത കൂടുതൽ ശക്തമാക്കി. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് ഷിബു ബേബി ജോൺ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കടപ്പുറത്ത് കിടക്കുന്ന വിവരമില്ലാത്തവന്റെ ജൽപ്പനങ്ങളായി CPM ചിത്രീകരിച്ചതിനെ ഷിബു ബേബി ജോൺ നിയമസഭയിൽ CPM-നെ ആക്രമിക്കാൻ വടിയാക്കിയപ്പോഴാണ് ബാലഗോപാൽ പിണറായിയോട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാതെ വല്ലതും പറയാൻ ആവശ്യപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് ബാലഗോപാൽ പിണറായിയെ ശാസിച്ചു എന്ന മട്ടിലാണ് വാർത്തകൾ പടർന്നത്. വാർത്തകളോട് പാർട്ടി കാര്യമായി പ്രതികരിക്കാതിരുന്നതും ഏറെ ശ്രദ്ധേയമായി. പിണറായിയോട് ബാലഗോപാൽ എന്നല്ല, ആരും അങ്ങനെ പറയരുതെന്ന് സംഭവത്തെക്കുറിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ പ്രതികരിച്ചത് പിണറായിയോടുള്ള സ്നേഹം കൊണ്ടാവില്ലല്ലോ. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ പിണറായിക്കും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനും എതിരെ ഉയർന്ന വിമർശനങ്ങളിലും CPM ഏറെ ആവേശത്തോടെ സംരക്ഷണം ഒരുക്കിയില്ല. DYSIയുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് രാഗേഷ് എടുത്ത നിലപാടിന് നിരക്കാത്ത സമീപനങ്ങളും ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിന് ഡൽഹിയിൽ ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ത്രിദിന സമ്മേളന വിവരങ്ങൾ വാർത്താലേഖകരോട് പറഞ്ഞ ദേശീയ സെക്രട്ടറി MA ബേബി ജനങ്ങളോട് കാണിക്കേണ്ട വിനയം കേരള നേതാക്കൾ കാണിച്ചില്ലെന്നും സഖാക്കളുടെ വിനയമില്ലായ്മ വിനയായെന്നും സമ്മതിച്ചതും നല്ല സൂചനയായി. പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കൾക്കും വീഴ്ചകളുണ്ടായി. അത് കേട്ടവരുടെ മനസ്സിൽ പൊതുസമ്മേളനത്തിനിടെ ഒരു ചോദ്യം ചോദിച്ച സഖാവിനോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ മറുപടിയാണ് ഉദാഹരണമായി ഉയർന്നത്. ഇതടക്കമുള്ള വീഴ്ചകളും ദൗർബല്യങ്ങളും മറികടക്കാൻ പാർട്ടി ആത്മാർത്ഥമായ തെറ്റുതിരുത്തലിലേക്ക് കടക്കുമെന്ന് ബേബി പറഞ്ഞു. സെപ്റ്റംബർ പകുതിയോടെ ഇതിനായി വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. നേതൃത്വമാറ്റം ചർച്ചയാവുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറയാനാവില്ലെന്നായിരുന്നു മറുപടി. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും ജാഗ്രത കുറവുണ്ടായി. ഗോവിന്ദന്റെ ഭാര്യയുടെ വരവും എല്ലാ പോസ്റ്ററിലും പിണറായിയുടെ മാത്രം ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടതും ഓർമ്മയിലെത്തി. ബംഗാളിലും തെറ്റുതിരുത്തലിനായി വിശാല സംസ്ഥാന കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 28 മുതൽ 30 വരെയാണ് കമ്മിറ്റി. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പൊട്ടിത്തകർന്ന പശ്ചാത്തലത്തിൽ CPM-ന് സ്ഥിതി മെച്ചമാവാനുള്ള സാധ്യതയുണ്ട്.
കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് താനെന്നും പിണറായി ശൈലിയോട് ജനത്തിനുണ്ടായ കടുത്ത അമർഷമാണ് കോൺഗ്രസ് മുന്നണിയെ അധികാരത്തിലെത്തിച്ചതെന്നും സതീശൻ മറന്ന മട്ടാണ്. തന്നോടുള്ള എന്തോ പ്രത്യേകത മമത കൊണ്ടാണ് ജനം തനിക്ക് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം കരുതുന്നതുപോലെ ജനത്തിന് തോന്നിത്തുടങ്ങി. NSS ജനറൽ സെക്രട്ടറി മാത്രമല്ല, KSU സംഘത്തെ കാണാൻ പോലും സതീശൻ കൂട്ടാക്കിയില്ല എന്ന വെളിപ്പെടുത്തലുകൾ അവർക്ക് മാത്രമല്ല, കാര്യങ്ങൾ അന്തസ്സായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാം അമർഷം കൊള്ളിക്കുന്നുണ്ട്. എന്നെ വിമർശിച്ചോളൂ, തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് കയ്യടി നേടിയ സതീശൻ ഇപ്പോൾ വിമർശകരെ കാണരുതെന്നായി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ ഉണ്ടായ വിവാദം ADGP അജിത് കുമാർ രക്ഷാപ്രവർത്തകരെ വഴിവിട്ട് സംരക്ഷിച്ചിട്ടും അദ്ദേഹത്തിന് ലഭിക്കുന്ന സംരക്ഷണം എല്ലാം വിമർശിക്കപ്പെടുമ്പോൾ സതീശൻ രോക്ഷാകുലനാവുകയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് സർക്കാർ പ്ലീഡർ നിയമനത്തിൽ എന്താണ് കാര്യമെന്ന സതീശന്റെ പത്രസമ്മേളനത്തിലെ ചോദ്യം ഗംഭീരമായി. ഈ പോക്ക് പോയാൽ സതീശൻ കാലാവധി പൂർത്തിയാക്കുകയോ കോൺഗ്രസിന് തുടർഭരണം കിട്ടുകയോ ഇല്ല. എന്തുകൊണ്ട് GP നിയമനത്തിനെതിരെ തങ്ങൾ രംഗത്ത് വന്നു എന്ന് KSU കൃത്യമാക്കിയിട്ടുണ്ട്. GP ആയി നിയമിക്കപ്പെട്ട ഒരാൾ 2015-19 കാലത്ത് തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ക്യാമ്പസിൽ അവരുടെ അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാണ കാലത്ത് KSUക്കാരെ അടിച്ചു തകർത്തവനാണ്. വൈകുന്നേരം 3:30-ക്ക് ശേഷം ഒരു KSU പ്രവർത്തകന് പുറത്തിറങ്ങാൻ വയ്യാതിരുന്ന കാലമായിരുന്നു അത്. KSUവിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അവർ ചിന്തിയ രക്തമാണ് വിഷയം, അവർ പറഞ്ഞു. ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് വേദനിപ്പിക്കുന്ന കഥയാണ് അവർ പറഞ്ഞത്. വിമർശനം ഉന്നയിക്കുന്ന ഏഷ്യാനെറ്റിനെതിരെയും സതീശൻ കൃത്യമായി അമ്പെയ്തു. ഏഷ്യാനെറ്റ് ഏറ്റുപിടിച്ചു. 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സതീശൻ ഉന്നയിച്ച വിമർശനങ്ങളുടെ വീഡിയോ അവർ ടെലികാസ്റ്റ് ചെയ്തു. അന്ന് സതീശൻ പറഞ്ഞു, ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ്. അല്ലെന്ന് പറയുന്നവർ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുക എന്ന് ജനം സംശയിക്കും. സർക്കാരിന് വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്ന മന്ത്രി KC ജോസഫ് ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് വരെ സതീശൻ ചോദിച്ചു. കരുണാകരന്റെയും ആന്റണിയുടെയും സർക്കാരുകളെ താഴെ ഇറക്കാൻ രഹസ്യമായും പരസ്യമായും പ്രവർത്തിച്ചവരാണ് ഇവർ. കരുണാകരനെ ഇറക്കാൻ പരസ്യമായി പ്രവർത്തിച്ചു, ആന്റണിയെ ഇറക്കാൻ രഹസ്യമായും. വിമർശിക്കാൻ പ്രായപരിധിയുണ്ടോ? അന്ന് സതീശൻ ആവേശത്തോടെ ചോദിച്ചു. വിമർശിക്കാൻ ആന്റണിയുടെ പ്രായം വരണോ? അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇവർ തുലച്ചിട്ട് പോയാൽ പാർട്ടി ഉണ്ടാവില്ല. നന്നായി പോകണമെന്ന് വിചാരിച്ചാണ് വിമർശനം. KSU എന്തിന് വിമർശിക്കുന്നു എന്നതിന് ഇതിലും നല്ല മറുപടി എന്തിന്? തീരുമാനമെടുത്താൽ നിങ്ങളെ അറിയിക്കാമെന്ന് പുച്ഛത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞ മുഖ്യമന്ത്രി കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിക്കുക എന്ന തലത്തിലേക്ക് കടക്കുകയാണ്. അതിനുള്ള ദൂരം ഏറെ അകലെയല്ല. ഏഷ്യാനെറ്റ് മുന്നറിയിപ്പ് നൽകി. KSU നേതാവ് അലോഷ്യസ് സേവറിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് സീറ്റ് കൊടുക്കാതിരുന്നിടം മുതൽ ആരംഭിച്ച ഗ്രൂപ്പ് വഴക്കാണ് പിന്നിലെന്ന സതീശൻ ഗ്രൂപ്പുകാരുടെ നരേറ്റീവ് ആരും ഏറ്റെടുക്കുന്നില്ല. SNDP നേതാവ് KK മഹേശന്റെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന VM സുധീരന്റെയും മഹേശന്റെ ഭാര്യയുടെയും പരാതികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് പരാതി എന്നെല്ലാമാണ് രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നതെന്ന് മാധ്യമങ്ങളും ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പദവിയും ആഭ്യന്തരമന്ത്രി പദവിയും ആജീവനാന്തം ഉള്ളതല്ല. ഇത്തവണ തന്നെ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം ഒപ്പമില്ല. പാർട്ടി കൊടുത്ത ദാനമാണ് ആ പദവി. പിണറായിയുടെ ഇന്നത്തെ അവസ്ഥയും അദ്ദേഹത്തെ മാതൃകയാക്കുന്നവർ പഠിക്കുന്നത് നല്ലതാണ്. ഒന്നും ജനം പ്രതീക്ഷിച്ച പോലല്ല നടക്കുന്നത്. വിമോചന സമരകാലത്ത് കേരളത്തിൽ വന്ന നെഹ്റു EMSനോട് ചോദിച്ചതുപോലെ ഇത്ര വേഗം എങ്ങനെ ഇവരെയെല്ലാം ഇങ്ങനെ എതിരാക്കി എന്ന് സതീശൻ ആലോചിക്കണം, തിരുത്തണം. ഇല്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകാനിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ടെനി ജോപ്പനെ ചോദ്യം ചെയ്തപ്പോൾ മുഖത്തടിച്ചു എന്ന ടെനി ജോപ്പന്റെ വെളിപ്പെടുത്തൽ ഹേമചന്ദ്രന്റെ ഇമേജിനെ വല്ലാതെ ദോഷം ചെയ്യുന്നതാണ്. അന്ന് ശത്രുക്കൾ അകത്തായിരുന്നു എന്ന ജോപ്പന്റെ പ്രതികരണവും ഉമ്മൻചാണ്ടി ഭക്തർ ഏറ്റെടുക്കുന്നുണ്ട്. തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയുമാണ് സംശയത്തിന്റെ നിഴലിൽ. ജോപ്പൻ അസ്വസ്ഥജനകമായ പലതും ഇനിയും വെളിപ്പെടുത്തും തീർച്ച. കുപ്രസിദ്ധമായ കേസിൽ നിന്നും ടെനി ജോപ്പനെ ഹൈക്കോടതി ഒഴിവാക്കി. മല്ലേലിൽ ശ്രീധരൻ നായർ കൊടുത്ത സോളാർ തട്ടിപ്പ് കേസിൽ 3-ാം പ്രതിയായിരുന്നു ജോപ്പൻ. മുഖ്യപ്രതിക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്നായിരുന്നു പരാതി. 13 വർഷം പ്രതിക്കൂട്ടിൽ കഴിഞ്ഞ ജോപ്പൻ കളത്തിൽ ഇറങ്ങുകയാണ്. KPCCക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ലാത്തതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. പാർട്ടി സർക്കാർ ഏകോപനം മോശമാണ്. ജോസഫ് വാഴക്കൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ,
കൊടിക്കുന്നിൽ, ബെന്നി ബെഹനാൻ എന്നീ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കേൾക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി എന്ന പ്രമാണം നടപ്പായാൽ ഇവരിൽ വാഴയ്ക്കനാണ് സാധ്യത. മറ്റുള്ളവർക്കെല്ലാം വേറെ പദവിയുണ്ട്. CPM-ന് ജനാധിപത്യ മുന്നണിയിൽ ട്രോജൻ കുതിരകൾ ഉണ്ടെന്ന സംശയം ശക്തമാവുകയാണ്. ഇടതുമുന്നണി സർക്കാരിനും അവരുടെ ഇടപാടുകാർക്കും എതിരെ അന്നത്തെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളോടുള്ള പുതിയ സർക്കാരിന്റെ സമീപനങ്ങളാണ് ഈ ചിന്ത ശക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തോടക്കം സതീശൻ സർക്കാർ മൃദു സമീപനം സ്വീകരിക്കുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ലീഗിന്റെ മരാമത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് പാർട്ടി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനെ ബഷീറിന് പിടിക്കുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് അറിയപ്പെടുന്ന CPM-കാരനായ പ്രൈവറ്റ് സെക്രട്ടറിയെ ആണത്രേ. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കോവിഡ് പ്രതിരോധത്തിനായി ഉണ്ടാക്കിയ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ നടത്തിപ്പിൽ രണ്ടാം പിണറായി സർക്കാർ തന്നെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. അവരെയും രക്ഷപ്പെടുത്തുമോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. CPM-ന്റെ സ്വിസ് ബാങ്ക് എന്ന് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പുതിയ സർക്കാർ കൊടുക്കുന്ന സംരക്ഷണം നിഷ്പക്ഷ നിരീക്ഷകരെ അമ്പരിപ്പിക്കുന്നുണ്ട്. ഏതായാലും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ കാണിച്ച വ്യത്യസ്തമായ സമീപനം ഇക്കൂട്ടരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സിവിൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ IT ദൗത്യങ്ങൾ കൂടി ഏൽപ്പിച്ചിരുന്നു. അവർ നിയമസഭയിൽ നടത്തിയ IT പ്രവർത്തനങ്ങൾ പക്ഷേ വിജയിച്ചില്ല. അതിനായി 33 കോടി രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തു. 1500 കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് 5 വർഷം പർണത്ത് വെച്ചു. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഉണ്ടാക്കിയ 1.5 കോടി മുടക്കി ഉണ്ടാക്കിയിരുന്ന സംവിധാനങ്ങൾ ഊരാളുങ്കലുകാർ പൊളിച്ച് തകർത്തു. അവർ സ്ഥാപിച്ച 48 മൊഡ്യൂളുകളിൽ മിക്കവയും പണിമുടക്കി. 25 കോടി മുടക്കി ഉണ്ടാക്കിയ ഡേറ്റാ സെന്റർ ഡൗണായി. സ്പീക്കറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിൽ പ്രഥമ ദൃഷ്ട്യാ തകരാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി 13 പെട്ടികളിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം കൊണ്ടുവന്നു. രാത്രി തന്നെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. എല്ലാം വാങ്ങിവെച്ചു. ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു നോക്കിയില്ല. പരിശോധനയില്ലാതെ കോടികൾ പാസാക്കി. പലതും വെളിച്ചത്ത് വരുന്നുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം അന്വേഷിച്ചു തുടങ്ങി. കമ്മീഷന്റെ വിശ്വാസ്യത ആകെ നശിപ്പിച്ച സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നിരവധി മാർക്കിനുള്ള ഉത്തരങ്ങൾ പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പും നിയമനവും നടത്തി എന്നാണ് ആക്ഷേപം. പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേടുണ്ടെന്ന് കണ്ടാൽ മാത്രം കേസെടുക്കും. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വെബ് ക്യാമറ വഴി മന്ത്രിമാരോട് ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാക്കുന്നതിനുള്ള പഠനം സ്പീക്കർ തിരുവഞ്ചൂർ ആരംഭിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഏർപ്പാടാണിത്. എന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ രീതിയുണ്ട്. സർക്കാർ സമ്മതിച്ചാലേ നടത്താനാവൂ. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയും അംഗീകരിക്കണം. ഇതിനായി റൂൾ ബുക്കിൽ മാറ്റം വരുത്തണം. നടന്നാൽ ചരിത്രം കുറിക്കുന്ന സംഭവമാവും. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കാപ്പ നിയമപ്രകാരം തടവിലായ BJP നേതാവ് R. സുഗതൻ വിയ്യൂർ ജയിലിൽ വെച്ച് മേയർ VV രാജേഷിന് മുന്നിൽ സത്യപ്രതിജ്ഞ നടത്തി. BJP കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയായി ഈ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കപ്പെടുന്നു. ജൂൺ 9 മുതൽ സുഗതൻ ജയിലിലാണ്. 2 കേസിൽ നെടുമങ്ങാട് കോടതി സുഗതന് ജാമ്യം കൊടുത്തു. കാപ്പ കേസിൽ പക്ഷേ ജാമ്യം കിട്ടിയില്ല. ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താനായത്. നമ്മുടെ പോക്ക് എങ്ങോട്ടെന്ന ചിന്ത വല്ലാതെ ഭയപ്പെടുത്തുന്നു. കേരളത്തിലെ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തയ്യാറാക്കിയ 2024 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ജെൻസി യുവതികൾക്ക് മക്കൾ പകുതിയായി. 2014 20നും 24നും ഇടയിൽ പ്രായമുള്ള 1000 യുവതികൾക്ക് 132.12 മക്കൾ ഉണ്ടായിരുന്ന കേരളത്തിൽ 2024 അത് 61.62 ആണ്. ഏതാണ്ട് പകുതിയിൽ താഴെ. 53% കുറവ്. 2014 2,05,652 കുഞ്ഞുങ്ങൾ ഉണ്ടായിടത്ത് ഇപ്പോൾ ഉള്ളത് 88,674 കുഞ്ഞുങ്ങൾ. ഫെർട്ടിലിറ്റി നിരക്ക് ഓരോ വർഷവും കുറയുന്നു. 2023 73.42 ആയിരുന്നത് 2024 61.27 ആയി. നമ്മുടെ നാടിന് വംശനാശം സംഭവിക്കാൻ പോവുകയാണോ? ശീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.